രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. ഇനി സിനിമയ്ക്കകത്തൂടെ രാഷ്ട്രീയം ഇപ്പം നാടകങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സമയമുണ്ടല്ലോ. നാടകങ്ങളുടെ രാഷ്ട്രീയം ഇറക്കുമ്പോൾ എങ്ങനെ ചെയ്യുക? ഒരു നാടകം ഇറക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ നാടകം ഇറക്കണം, അല്ലേ? അതല്ലേ രാഷ്ട്രീയം. ഇപ്പൊ സാംസ്കാരിക മേഖലയിലെ രാഷ്ട്രീയ മത്സരം അതാണ്. പക്ഷെ നിലവിലെ അങ്ങനെ നമുക്കിപ്പോൾ നല്ല കഥ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം, നല്ല സിനിമ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചില സാംസ്കാരിക നായകരെന്ന് വിളിക്കേണ്ടുന്നതാണ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഭയങ്കര പിന്നെ അവരുടെ രചനകളിലെ ഏറ്റവും മോശം രചനയായിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ തള്ളിക്കളയുകയല്ലാതെ അതിനോട് നമുക്ക് നിവൃത്തിയില്ല. പഴയ കാലത്ത് ഇപ്പം സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയമുള്ളവരുണ്ടല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം പറയാം, പക്ഷെ വിധേയത്വത്തിന്റെ രാഷ്ട്രീയം പറയാൻ പാടില്ല. ഇപ്പം എല്ലാ വിഷയത്തിലും ഇപ്പം പൊതുപ്രവർത്തകൻ, ഇപ്പം ഒരു CITU പ്രവർത്തകന് CPM ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യുന്നില്ല, കൊള്ളരുതായ്മകളെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയുണ്ട്. പക്ഷേ സാഹിത്യ മേഖലയിൽ CITU ഇല്ലല്ലോ. അപ്പൊ അവരെന്തിനാണ് എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്നത്? എല്ലാ കൊള്ളരുതായ്മകൾക്കും നിശബ്ദത കാണിക്കുന്നതിനാണ്, എല്ലാ ഇപ്പുറത്തുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളെ പോലും പർവ്വതീകരിക്കുന്നതിനാണെന്നുള്ളൊരു തോന്നാറുണ്ട്.